പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് Vivo S15 Proയുടെ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. ആക്ച്വലി ഈ ഒരു സ്മാർട്ട് ഫോണാണ് ഇന്ത്യയിലേക്ക് Vivo V25 Pro ആയിട്ട് റീബ്രാൻഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോണും 80 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറും ബോക്സിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. സോ ഇത് വിവോയുടെ തന്നെ കിഡ്ലൻ ഒരു ഫാസ്റ്റ് ചാർജറാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബോക്സിൻ്റെ അകത്ത് നമുക്ക് ഒരു സിം സെക്ഷൻ ടൂളും അതോടൊപ്പം തന്നെ നമ്മുടെ USB Type-C to Type-A കേബിളും കാണാനായിട്ട് പറ്റുന്നുണ്ട്. ബോക്സിനകത്ത് ഒരു TPUം സിലിക്കൺ കേസുമായിട്ട് മിക്സ്ഡ് ആയിട്ട് ഒരു കേസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു നമ്മുടെ വിവോയുടെ കുറച്ച് യൂസർ മാനുവൽസ് നമുക്ക് ബോക്സിൻ്റെ അകത്ത് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ വിവോയുടെ ഏറ്റവും പുതിയ Vivo V25 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. സോ ഒരു ഡിസൈൻ ഫാക്ടർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും നമ്മുടെ IQ Neo 6ൻ്റെ ഒരു സെയിം ഡിസൈൻ ഫാക്ടറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ആദ്യം തന്നെ വിവോയാണ് ഈ ഒരു ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തത്. അതിനുശേഷം IQ ഇതിനെ IQ എന്ന സബ് ബ്രാൻഡ് ജസ്റ്റ് ഒന്ന് റീബ്രാൻഡ് ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതാണ്. Vivo V23 എന്ന് പറയുന്ന കളർ ചേഞ്ചിങ് സ്മാർട്ട് ഫോണിന് ശേഷം വരാൻ പോകുന്ന ഒരു കിഡ്ലൻ ഫ്ലാഗ്ഷിപ്പ് കില്ലർ സ്മാർട്ട് ഫോൺ ആയിരിക്കും വിവോയുടെ V25 Pro എന്ന് പറയുന്നത്. അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് കിടക്കാം. സോ ഇതിൻ്റെ 8.55 മീറ്ററിൻ്റെ തിക്നെസ് ആണ് കൊടുത്തിട്ടുള്ളത്. 188 ഗ്രാമിൻ്റെ വെയിറ്റും ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു സ്മാർട്ട് ഫോണാണ്. ഡിസ്പ്ലേയിലേക്ക് നോക്കുകയാണെങ്കിൽ 6.56 ഇഞ്ചസിൻ്റെ E5 AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 120 Hz റിഫ്രഷ് റേറ്റും വൈഡ് വൈൽ L1ൻ്റെ സപ്പോർട്ടും 1500 നിറ്റ്സിൻ്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ്സും ഈ ഒരു സ്മാർട്ട് ഫോണിൽ അത് കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ സൺലൈറ്റിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വെട്ടം കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബേസ് വേരിയൻ്റ്, അതായത് ഏറ്റവും താഴത്തെ വേരിയൻറ്റിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചിൻസ് ആൻഡ് ബെസൽലെസ് ഇതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രൈസിങ്ങിലൊന്നും വലിയ വ്യത്യാസമൊന്നും കൊടുത്തിട്ടില്ല. റിയർ ക്യാമറ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. പ്രൈമറിയിൽ 50 മെഗാപിക്സലാണ് വരുന്നത്. നല്ല രീതിയിൽ തന്നെ ഫോട്ടോസ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ടോട്ടലി ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഫോട്ടോ കിട്ടുന്നുണ്ട്. 50 മെഗാപിക്സലിൻ്റെ വൈഡും 12 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡും 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് ക്യാമറയാണ് ഇതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ 32 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ്. 32 മെഗാപിക്സൽ ഉണ്ടായിട്ട് നമുക്ക് 1080p 30fps മാത്രമേ വീഡിയോസ് ഫ്രണ്ട് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. സോ ഇതിൻ്റെ പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ MediaTekൻ്റെ Dimensity 8100 എന്ന് പറയുന്ന ഒരു 5nm പ്രോസസ്സറാണ്. ഇതിനകത്ത് നമുക്ക് Android 12 ലഭിക്കുന്നത്. ഒറിജിൻ OSൻ്റെ ഓഷൻ വെർഷനാണ് ചൈനയിൽ കിട്ടുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഓൾറെഡി നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോണിൽ കിട്ടുന്നത് തന്നെ എന്താ പറയുക, നമ്മുടെ ഫൺ ടച്ച് OS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾഡ് ആയിട്ടായിരിക്കും നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇന്ത്യൻ പ്രൈസ് ഇതുവരെയായിട്ടും കൺഫേം ചെയ്തിട്ടില്ല. ബട്ട് പ്രൈസിങ് ലിസ്റ്റിൽ പറയുന്നത് ഇതൊരു 45,000 രൂപയ്ക്ക് താഴെ വരുമെന്നാണ്. സോ 91 മൊബൈൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 43,000 രൂപയാണ് അവിടെ അക്കോർഡിംഗ് ടു പ്രൈസ് ലിസ്റ്റ് ഇട്ടിരിക്കുന്നത്. ബട്ട് ഇന്ത്യ അല്ലെങ്കിൽ ചൈനീസ് പ്രൈസ് ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഏകദേശം വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 39,000 രൂപയാണ്. അപ്പോൾ ഇത് നമ്മുടെ കണക്ക് കൂട്ടുകൾ മാത്രമാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് ഇത്ര ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം ചിലപ്പോൾ പ്രൈസിന് വ്യത്യാസം വന്നേക്കാം. ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ പ്രൈസിന് കമ്പനി തന്നെ വ്യത്യാസം വരുത്തും. ഒരുപാടധികം സ്പെസിഫിക്കേഷൻസ് അവരെടുത്ത് മാറ്റും. കാരണം ചിലപ്പം പ്രൊസസ്സർ ഡൗൺഗ്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേയുടെ കാര്യങ്ങളൊക്കെ ഒരുപാടധികം ഡൗൺഗ്രേഡ് ചെയ്തിട്ട് പ്രൈസും കാര്യങ്ങളൊക്കെ മാറ്റിയായിരിക്കും ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന പ്രൈസിനേക്കാളും കുറച്ച് ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ ചാർജിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ 80 വാട്ട്സിൻ്റെ ചാർജർ ഇൻക്ലൂഡഡ് ആണ്. 18 മിനിറ്റ് കൊണ്ട് തന്നെ 70% കയറുന്ന ഒരു കിഡിലൻ ഫാസ്റ്റ് ചാർജറാണ്. 4500 mAhൻ്റെ ബാറ്ററി നമുക്ക് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവോ ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ വിവോയുടെ ഒരു ബഡ്സും കൂടെ ഇതിനൊപ്പം തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു കിഡിലൻ ബഡ്സാണ്. വിവോ ഇതുവരെയായിട്ടും അവരുടെ ബഡ്സ് ഒന്നും ലോഞ്ച് ചെയ്തിട്ടില്ല. ബട്ട് IQ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക വൺപ്ലസിൻ്റെ നോഡ്, അങ്ങനെ ഒരുപാടധികം എന്താ പറയുക TWS വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ വിവോയും ഇതിൻ്റെ കൂടെ ഒരു TWS നമ്മുടെ ഇന്ത്യയിലും കൂടെ പുറത്തിറക്കുന്നുണ്ട്. ചെറുതായിട്ട് റൂമറും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. കാരണം ഓൾറെഡി ഇത് ചൈനയിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു ഫോണോടൊപ്പം ഈ ഒരു TWSും. അപ്പോൾ ഇതും കൂടെ ഇന്ത്യയിലേക്ക് വരുന്ന കാര്യം ഇപ്പോൾ തന്നെ കൺഫേംഡ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എനിക്കറിയാം ഇന്നത്തെ വീഡിയോ നല്ല രീതിയിൽ ഷോർട്ടായി പോകുന്നത്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ലെങ്തി റിവ്യൂ ഒന്നും ചെയ്യാനായിട്ട് നിന്നില്ല. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓളം വരുത്തി വയ്ക്കുക. ഇതിൻ്റെ ക്യാമറ റിവ്യൂ ഗെയിമിംഗ് റിവ്യൂ എല്ലാം ഈ ഒരു ചാനൽ ഇടുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാൻ വേണ്ടി ദിസ് ഈസ് സൈനിങ് ഓഫ്. ബൈ.